എനിക്ക് ഇന്ത്യയിലെന്നല്ല ലോകത്തെവിടെയും ഒരു ബിസിനസ്സുമില്ല, ഒരു കച്ചവടമല്ല. ഞാൻ പണ്ട് കച്ചവടം നടത്തിയിട്ടുണ്ടായിരുന്നു രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ്. പൊളിഞ്ഞ് പാളീസായി ഷെഡിൽ കയറി പോയതാണ്, കടക്കാരനായി മാറിയത്. ലോകത്ത് ഏത് അന്വേഷണം നമ്മൾ തയ്യാറില്ലയോ? എന്തോ CBI അന്വേഷണം വന്നാലും എനിക്കെന്ത്, ഏത് അന്വേഷണം മുന്നോട്ട് പോകണമല്ലോ, പോകണമല്ലോ. പോകുമ്പോൾ വേറെയും സത്യങ്ങൾ അറിയട്ടെ. നമസ്കാരം. പൊതുഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ ഭാര്യ ബിന്ദു മേനോൻ അതീവ ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. KB ഗണേഷ് കുമാറും താനും താമസിക്കുന്ന വാളകത്തെ വീട്ടിൽ പട്ടാപ്പകൽ താനില്ലാത്ത സമയത്ത് പരസ്ത്രീയുമായി KB ഗണേഷ് കുമാർ അനാശാസ്യത്തിൽ ഏർപ്പെടുന്ന കാഴ്ച താൻ കണ്ടു. പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് താൻ കണ്ടത്. അതിന്റെ ദൃശ്യങ്ങൾ താൻ എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. താൻ യാദൃച്ഛികമായി അവിടെ എത്തിയപ്പോഴാണ് സംഭവങ്ങൾ കണ്ടത് എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് ബിന്ദു മേനോൻ പറയുകയുണ്ടായി. പിന്നീട് 72 മണിക്കൂറിന് ശേഷമാണ് ആ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെയും താൻ ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ബിന്ദു മേനോൻ പറയുമ്പോൾ, ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്കും ഇക്കാര്യത്തിൽ അറിവ് കിട്ടിയിട്ടും തന്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിക്കെതിരെ മുഖ്യമന്ത്രി കണ്ണടച്ചിരുന്നു, മൗനം ദീക്ഷിച്ചിരുന്നു, ഒരു നടപടിയും കൈക്കൊണ്ടില്ല എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ 72 മണിക്കൂറിന് ശേഷം ഭാര്യ ബിന്ദുവുമായി KB ഗണേഷ് കുമാർ രമ്യതയിലെത്തി. ഭർത്താവ് വിളിച്ചു, അതായത് മന്ത്രി എന്നോട് വിളിച്ചു ക്ഷമ പറഞ്ഞു, ഞാൻ മന്ത്രിയോട് ക്ഷമിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ പുതിയൊരു സ്റ്റേറ്റ്മെന്റും വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മന്ത്രിയുടെ ഭാര്യ ബിന്ദു മേനോന്റെ മിഡ് നൈറ്റ് സൺ ഗ്ലോബൽ എന്ന കമ്പനിയുടെ കരാറിനെ കുറിച്ച് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത കൂടിയാണ് പുറത്തു വരുന്നത്. ഈ വാർത്ത പുറത്തു വരുന്നതിന് മുമ്പ് പത്തനംതിട്ട NS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആയിരുന്ന KB ഗണേഷ് കുമാറിനെയും അതിന്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെയും പുറത്താക്കിക്കൊണ്ടുള്ള ഉത്തരവും വന്നിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ KB ഗണേഷ് കുമാറിനെ മാധ്യമങ്ങൾ കണ്ടപ്പോഴാണ് ഭാര്യ ബിന്ദു മേനോന്റെ മിഡ് നൈറ്റ് സൺ ഗ്ലോബൽ എന്ന കമ്പനിയുടെ കരാറിനെ കുറിച്ച് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ, അതെനിക്കറിയാവുന്ന കാര്യമല്ല, ഞാൻ അതേക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. എനിക്ക് കേരളത്തിൽ നിന്നല്ല ലോകത്തിൽ എവിടെയും ഒരു കമ്പനിയുമില്ല. ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ്, രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് ചില കച്ചവടങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഞാൻ അതിലെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി ഷെഡിൽ കയറിയ മനുഷ്യനാണ്. പിന്നീട് ഞാൻ ആ ഒരു ഇടപാടിന് പോയിട്ടില്ല എന്നാണ് KB ഗണേഷ് കുമാർ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ തീർച്ചയായും വിജിലൻസ് കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ, അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ നടക്കട്ടെ. കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ എല്ലാവിധ കോണുകളിൽ നിന്നുമുള്ള അന്വേഷണം ഉണ്ടാകുമല്ലോ. അപ്പോൾ സത്യം എന്തായാലും പുറത്തു വരണമല്ലോ. എനിക്ക് കേരളത്തിൽ എന്നല്ല ലോകത്ത് എവിടെയും ഒരു ബിസിനസ്സുമില്ല എന്ന് KB ഗണേഷ് കുമാർ പറയുമ്പോൾ, എല്ലാം അന്വേഷിക്കട്ടെ, അന്വേഷിക്കുമ്പോൾ പല കാര്യങ്ങളും പുറത്തു വരുമല്ലോ എന്ന് പറയുമ്പോൾ, കൃത്യമായി ഗണേഷ് കുമാറിന്റെ വാക്കുകൾ മുഖ്യമന്ത്രിയിലേക്കും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനിലേക്കും മകൻ വിവേക് കിരണിലേക്കുമെല്ലാം എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ മകൾക്കും മകനുമെല്ലാം ഇന്ത്യക്ക് വെളിയിലും ഇന്ത്യക്ക് അകത്തും ചില ബിസിനസ്സുകൾ ഉണ്ട് എന്നുള്ള ചില വെളിപ്പെടുത്തലുകൾ നേരത്തെ ഉണ്ടായിരുന്നു. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നടന്നിരുന്നത് വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിക്കെതിരെ തന്നെയാണ്. CMRL നിന്നും 1,82,00,000 രൂപ മാസപ്പടി വാങ്ങി എന്നൊരു കേസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ട്. വീണ വിജയനെതിരെ തന്നെയാണ് ആ കേസ് ഉള്ളത്. എന്നാൽ എക്സാലോജിക് എന്ന കമ്പനിയുടെ പ്രവർത്തനം നിർത്തലാക്കി എന്ന് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന് വീണ ഇതിനോടകം തന്നെ നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു. തന്റെ ഭാര്യ മിഡ് നൈറ്റ് സൺ ഗ്ലോബൽ എന്ന കമ്പനി നടത്തുന്നതായും ആ കമ്പനിക്ക് സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും ധാരാളം കരാറുകൾ ഉള്ളതുമായി ആരോപണങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു എന്ന് KB ഗണേഷ് കുമാർ പറയുമ്പോൾ, അന്വേഷിക്കട്ടെ, എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുമ്പോൾ ചില സത്യങ്ങൾ പുറത്തു വരും എന്ന് പറയുമ്പോൾ, കൃത്യമായി തന്നെ വിജിലൻസ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ വിജിലൻസിന്റെ ഭാഗത്ത് നിന്നാണ് ഇങ്ങനെ ഒരു അന്വേഷണം ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ, തന്റെ ഭാര്യയുടെ കമ്പനിക്ക് നേരെയാണ് അത് ഉയർന്നു വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ ദിവസം KB ഗണേഷ് കുമാറും ഭാര്യയും തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഒന്നുകിൽ ഭാര്യയെ ഒതുക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയിലുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് KB ഗണേഷ് കുമാർ ഇങ്ങനെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി മുൻകൈയെടുത്തു. അല്ല എന്നുണ്ടെങ്കിൽ KB ഗണേഷ് കുമാറിനെ ഒതുക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി ഇങ്ങനെയൊരു വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എമ്പാടും ഉയർന്നു വരുന്ന ആരോപണങ്ങൾ. അങ്ങനെയെങ്കിൽ അന്വേഷണം നടക്കട്ടെ. ഭാര്യയുടെ കമ്പനിയുടെ പേരിൽ ഏതെങ്കിലും തരത്തിൽ അഴിമതി ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ, കരാർ നിയമവിരുദ്ധമാണെങ്കിൽ അന്വേഷിക്കട്ടെ. അപ്പോൾ എല്ലാ സത്യങ്ങളും പുറത്തു വരുമല്ലോ എന്ന് KB ഗണേഷ് കുമാർ പറയുമ്പോൾ, അത് ഉന്നം വയ്ക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളുടെ ചില ബിസിനസ്സിലേക്ക് തന്നെയാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. എന്തായിരിക്കും ഇനി ഇതിലൂടെ പുറത്തു വരാനിരിക്കുക എന്നുള്ളത് കണ്ടറിയാം. എന്നെ ഒറ്റപ്പെടുത്തി നാറ്റിച്ച് പുറത്താക്കാനാണ് പരിപാടിയെങ്കിൽ ഞാനും കാണിച്ചു തരാം എന്നുള്ളൊരു ധ്വനി ഗണേഷ് കുമാറിന്റെ
മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ച വാക്കുകളിലുണ്ടോ ഇല്ലയോ എന്നുള്ളതൊരു സംശയം തന്നെയാണ്. എന്നാൽ ഗണേഷ് കുമാർ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കട്ടെ, എനിക്ക് കേരളത്തിലും ലോകത്തിൽ എവിടെയും ബിസിനസ് ഇല്ല എന്ന് പറയുമ്പോൾ ചില ആളുകളെ ഉന്നം വെച്ചുകൊണ്ട് തന്നെയാണ് കെ.ബി. ഗണേഷ് കുമാർ ഇത് പറഞ്ഞത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. കെ.ബി. ഗണേഷ് കുമാർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്റെ ഭാര്യയുടെ ബിസിനസിനെ കുറിച്ചും തനിക്ക് ലോകത്തെവിടെയും ബിസിനസ് ഇല്ല, വിജിലൻസ് അന്വേഷണം നടക്കട്ടെ, അന്വേഷിച്ചാൽ എല്ലാ കാര്യങ്ങളും പുറത്തു വരുമല്ലോ എന്നുള്ള കാര്യങ്ങളെല്ലാം മാധ്യമങ്ങളോട് വെളിവാക്കിയതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. എനിക്ക് കേരളത്തിലെ സിനിമാ നടനാണ് ഞാൻ. എനിക്ക് വരുമാനമുള്ളത് സിനിമയിൽ നിന്ന്, എൻ്റെ അച്ഛൻ തന്ന സ്വത്തിൽ നിന്ന്, എൻ്റെ അച്ഛൻ എനിക്ക് തന്ന അതിൽ നിന്നുള്ള വരുമാനമുണ്ട്, സിനിമയിൽ നിന്നുള്ള വരുമാനം, നല്ല വരുമാനമുണ്ട്. എനിക്ക് ഇന്ത്യയിൽ നിന്നല്ല ലോകത്തെവിടെയും ഒരു ബിസിനസ്സും ഇല്ല, ഒരു കച്ചവടമല്ല. ഞാൻ പണ്ട് കച്ചവടം നടത്തിയിട്ടുണ്ടായിരുന്നു രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ്. പൊളിഞ്ഞ് പാളീസായി ഷെഡിൽ കയറി പോയതാണ്, കടക്കാരനായി മാറിയതാണ്. എന്ത് വന്നാൽ എന്ത്, എനിക്കെന്തെന്ന്. അവനവൻ ചെയ്യാത്ത കുറ്റം ആരെക്കുറിച്ച് പറഞ്ഞാലും നമ്മൾ അതിനെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ലോകത്ത് ഏത് അന്വേഷണം നമ്മൾ തയ്യാറില്ലയോ? എന്ത് CBI അന്വേഷണം വന്നാലും എനിക്കെന്ത്, ഏത് അന്വേഷണം മുന്നോട്ട് പോകണമല്ലോ, പോകുമ്പോൾ വേറെയും സത്യങ്ങൾ അറിയട്ടെ.